നമസ്കാരം. മിഡ് ഈസ്റ്റ് അവർ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. UAE-യിലെ ഗാർഹിക തൊഴിലാളികൾക്ക് ആശ്വാസമായി നിയമനിർമ്മാണം. തീരുമാനം നടപ്പിലായാൽ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ സ്പോൺസർമാർ കൈവശം വയ്ക്കുന്ന സാഹചര്യം ഇല്ലാതാവും. കരട് നിയമത്തിന് UAE മന്ത്രിസഭയുടെ അംഗീകാരം. പ്രവാസികളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ച് വിനിമയ നിരക്കിലെ ഇടിവ്. രൂപയുടെ മൂല്യം ശക്തിപ്പെട്ടത് ഗൾഫ് കറൻസിക്ക് തിരിച്ചടി. സാമ്പത്തിക പ്രതിസന്ധിയിൽ ശമ്പളം മുടങ്ങുമെന്നും ആശങ്ക. റിയാലിന്റെ മൂല്യം സമീപകാലത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തി. പുതിയ അധ്യയന വർഷത്തിൽ കുവൈത്തിൽ അധ്യാപക ക്ഷാമം രൂക്ഷമാവുമെന്ന സൂചന. പുതിയ സ്കൂളുകൾ തുടങ്ങുന്നതും അധ്യാപകരുടെ കാലാവധി അവസാനിക്കുന്നതും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടി. അധ്യാപക ക്ഷാമം രാജ്യത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സ്വദേശിവൽക്കരണം വൈകിപ്പിച്ചേക്കും. പ്രവാസികൾക്ക് അനുകൂലമായി വാടക നിയന്ത്രണ നിയമം പരിഷ്കരിക്കാൻ NRI കമ്മീഷന്റെ ശുപാർശ. രാജ്യത്തിന് പുറത്ത് സ്ത്രീകൾ ചൂഷണത്തിനിരയാവുന്ന കാര്യത്തിൽ കമ്മീഷന് ഇടപെടാനാവില്ല. പ്രവാസികൾ ഇരകളാവുന്ന തട്ടിപ്പുകളിൽ സ്വമേധയാ കേസെടുക്കുമെന്നും NRI കമ്മീഷൻ. മിഡ് ഈസ്റ്റ് അവർ വിശദമായി. UAE-യിൽ ഗാർഹിക തൊഴിലാളികളുടെ സേവന വേതന വ്യവസ്ഥകൾ ഉറപ്പാക്കാൻ അധികൃതർ നടപടി തുടങ്ങി. തൊഴിൽ നിയമ പരിരക്ഷ ലഭിക്കാത്ത ഗാർഹിക ജോലിക്കാർക്ക് മികച്ച ജീവിത താമസ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന നിയമനിർമ്മാണം ഉടനുണ്ടാകും. ഗാർഹിക ജോലിക്കാർക്ക് വാരാന്ത്യ അവധി, വർഷത്തിൽ 1 മാസം ശമ്പളത്തോടുകൂടിയ അവധി, നിത്യവും ചുരുങ്ങിയത് 12 മണിക്കൂർ വിശ്രമം എന്നിങ്ങനെയുള്ള വ്യവസ്ഥകൾ കൊണ്ടുവരുന്നതാണ് നിയമനിർമ്മാണം കൊണ്ട് ലക്ഷ്യമിടുന്നത്. പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ സ്പോൺസർമാർ കൈവശം വയ്ക്കുന്ന സാഹചര്യം ഇല്ലാതാക്കും. 2012 ദേശീയ ഫെഡറൽ കൗൺസിൽ പാസാക്കിയ ഗാർഹിക തൊഴിലാളി സംരക്ഷണ നിയമത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പുതിയ വ്യവസ്ഥകൾ കൂടി ചേർത്ത് ഭേദഗതി കൊണ്ടുവരാനാണ് നീക്കം. UAE മന്ത്രിസഭ ഇതിനകം തന്നെ കരടിന് അനുമതി നൽകിയിട്ടുണ്ട്. ദേശീയ ഫെഡറൽ കൗൺസിലിന്റെ അംഗീകാരം ലഭിച്ചാലുടൻ പ്രസിഡന്റിന്റെ ഉത്തരവോടെ നിയമം പ്രാബല്യത്തിൽ വരും. ഗാർഹിക ജോലിക്കാർക്ക് തുല്യതയും സമത്വവും ഉറപ്പുവരുത്തണമെന്ന് കരട് ബിൽ പറയുന്നു. ശാരീരികവും മാനസികവുമായി ജോലിക്കാരെ ഉപദ്രവിക്കുന്നത് ശിക്ഷാർഹമായിരിക്കും. ഏതാണ്ട് 7.5 ലക്ഷം ഗാർഹിക ജോലിക്കാർക്ക് നിയമത്തിന്റെ ഗുണഫലം ലഭിക്കും. അബുദാബി, ദുബായ്, ഷാർജ എന്നിവിടങ്ങളിലാണ് UAE-യിലെ ഗാർഹിക ജോലിക്കാരിൽ കൂടുതലും. ഗാർഹിക ജോലിക്കാരെ നിയമിക്കുമ്പോൾ വ്യക്തമായ കരാർ വേണമെന്നും നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ശമ്പള പരിരക്ഷ ഉറപ്പാക്കുന്ന ബാധ്യത സ്പോൺസർക്കുണ്ടാകും. നിയമലംഘനം നടന്നാൽ കർശന ശിക്ഷ ഉണ്ടാകുമെന്നും കരട് ബിൽ മുന്നറിയിപ്പ് നൽകുന്നു. മീഡിയ 1, ദുബായ്. ഒമാനി റിയാലിന്റെ വിനിമയ നിരക്ക് കുറഞ്ഞത് പ്രവാസികളെ നിരാശയിലാക്കി. വെള്ളിയാഴ്ച റിയാലിന് 170 രൂപ എന്ന നിലയിലാണ് വിനിമയ നിരക്ക് ക്ലോസ് ചെയ്തത്. രൂപയുടെ മൂല്യം ശക്തിപ്പെട്ടത് മറ്റ് ഗൾഫ് കറൻസികളുടെയും വിനിമയ നിരക്ക് കുറച്ചു. സ്കൂൾ അധ്യയന വർഷം അവസാനിക്കുന്നതോടെ നിരവധി കുടുംബങ്ങൾ നാട്ടിലേക്ക് തിരിക്കുന്നുണ്ട്. പലരും ജോലി രാജിവെച്ച് നാട്ടിൽ ചേക്കേറുന്നുമുണ്ട്. ഇത്തരക്കാർക്ക് ജോലി പിരിഞ്ഞു പോകുമ്പോൾ വലിയ സംഖ്യയും കിട്ടും. വിനിമയ നിരക്ക് കുറയുകയാണെങ്കിൽ ഇവ ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റുമ്പോൾ വൻ നഷ്ടമാണ് ഇവർക്കുണ്ടാവുക. കഴിഞ്ഞ നവംബർ 25-ന് റിയാലിന് 178 രൂപ 60 പൈസ എന്ന നിരക്ക് വരെ എത്തിയിരുന്നു. 175-ന് താഴെ പോയപ്പോൾ ഉയരുമെന്ന പ്രതീക്ഷയിൽ പണമയക്കാതെ കാത്തുനിന്നവർ നിരവധിയാണ്. സാമ്പത്തിക പ്രതിസന്ധി കാരണം പല കമ്പനികളും ശമ്പളവും ആനുകൂല്യങ്ങളും കുറച്ചിട്ടുണ്ട്. ഈ പ്രയാസങ്ങൾക്കിടയിൽ പലർക്കും ആശ്വാസം നൽകിയത് റിയാലിന്റെ ഉയർന്ന വിനിമയ നിരക്കായിരുന്നു. എന്നാൽ വിനിമയ നിരക്ക് കുറഞ്ഞത് താൽക്കാലിക പ്രതിഭാസം മാത്രമാണെന്നും 2 ആഴ്ചക്കുള്ളിൽ വിനിമയ നിരക്ക് ഒരു റിയാലിന് 173 രൂപ നിരക്കിലേക്ക് എത്തുമെന്നും ഗ്ലോബൽ മണി എക്സ്ചേഞ്ച് മാനേജർ മധുസൂദനൻ പറഞ്ഞു. രൂപ കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് കയറ്റുമതിയെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഇത് ഇന്ത്യൻ വ്യവസായ രംഗത്തിന് ഹാനികരമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മീഡിയ 1, മസ്കത്ത്. കുവൈത്തിൽ പുതിയ അധ്യയന വർഷത്തിൽ അധ്യാപക ക്ഷാമം രൂക്ഷമായേക്കുമെന്ന് റിപ്പോർട്ട്. പുതിയ സ്കൂളുകൾ പ്രവർത്തനം തുടങ്ങുന്നതും നിലവിലെ അധ്യാപകരിൽ പലരുടെയും കാലാവധി കഴിയുന്നതും ഇതിന് കാരണമാകുമെന്നാണ് വിലയിരുത്തൽ. അധ്യാപകരുടെ കുറവ് സ്വദേശിവൽക്കരണ നടപടികൾ വൈകാനിടയാക്കും. സ്വദേശിവൽക്കരണ നടപടികളുടെ ഭാഗമായി പുതിയ അധ്യയന വർഷത്തിൽ 25% വിദേശി അധ്യാപകരെ ഒഴിവാക്കാനായിരുന്നു വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ തീരുമാനം. പിരിച്ചുവിടുന്നതിനായി 450 അധ്യാപകരുടെയും 150 അനധ്യാപക ജീവനക്കാരുടെയും ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു. ഇതിനു പിറകെയാണ് അധ്യാപകക്ഷാമം രൂക്ഷമാണെന്ന റിപ്പോർട്ടുകളും വരുന്നത്. കഴിഞ്ഞ വർഷവും വിദേശികളെ പിരിച്ചുവിടാൻ നീക്കം നടന്നിരുന്നെങ്കിലും വേണ്ടത്ര അധ്യാപകരില്ലാത്തത് കാരണം തീരുമാനം മരവിപ്പിക്കുകയായിരുന്നു. സബ അൽ അഹമ്മദ്, ജാബർ അൽ അഹമ്മദ് സിറ്റി തുടങ്ങിയ സ്ഥലങ്ങളിൽ പുതുതായി ആരംഭിച്ച സ്കൂളുകളിൽ വിവിധ വിഷയങ്ങളിൽ യോഗ്യരായ അധ്യാപകരുടെ കുറവ് അനുഭവപ്പെടുന്നതായി മന്ത്രാലയ വൃത്തങ്ങൾ വെളിപ്പെടുത്തി. ആൺകുട്ടികളുടെ പ്രൈമറി സ്കൂളുകളിലാണ് അധ്യാപകക്ഷാമം രൂക്ഷമായത്. സ്വദേശി അധ്യാപകർ വിദൂര സ്ഥലങ്ങളിൽ ജോലി ചെയ്യാൻ തയ്യാറാകാത്തതുമൂലം കഴിഞ്ഞ വർഷം ആരംഭിച്ച 7 സ്കൂളുകളിൽ വിദേശികളെയും GCC പൗരന്മാരെയുമായിരുന്നു നിയമിച്ചത്. ഈ വർഷവും സ്വദേശികളോ GCC പൗരന്മാരോ ലഭ്യമല്ലാത്ത വിഷയങ്ങളിൽ വിദേശികളെ തുടരാൻ അനുവദിച്ചേക്കുമെന്നാണ് സൂചന.
ഇത്തരം വിഷയങ്ങൾക്കായി വിദേശികളെ പുതുതായി റിക്രൂട്ട് ചെയ്യുന്നതും വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പരിഗണനയിലുണ്ട്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. സ്വദേശികളെ സ്വയം പര്യാപ്തമാക്കാൻ പദ്ധതികളുമായി കുവൈത്ത് മാനവശേഷി അതോറിറ്റി. സ്വദേശികളുടെ താൽപ്പര്യവും അഭിരുചിയും മനസ്സിലാക്കിയ ശേഷം ഇഷ്ടമുള്ള തൊഴിൽ മേഖലയിൽ പരിശീലനം നൽകാനാണ് മാൻപവർ അതോറിറ്റി ആലോചിക്കുന്നത്. വിദേശ മാനവശേഷിയെ ആശ്രയിക്കുന്നത് പരമാവധി കുറയ്ക്കുക എന്നതാണ് തൊഴിൽ പരിശീലന പദ്ധതിയിലൂടെ അധികൃതർ ലക്ഷ്യമിടുന്നത്. പുരുഷന്മാർക്ക് പെയിന്റിംഗ്, ഇലക്ട്രിക്കൽ, എയർ കണ്ടീഷൻ, സാറ്റലൈറ്റ്, വാഹന റിപ്പയറിംഗ്, കാർപ്പൻട്രി മേഖലകളിലും സ്ത്രീകൾക്ക് പാചകം, ഇന്റീരിയർ ഡിസൈനിംഗ്, ബേബി കെയർ, ലോണ്ടറി തുടങ്ങിയ ജോലികളിലും പരിശീലനം നൽകാനാണ് പദ്ധതി. തദ്ദേശീയ തൊഴിൽ ശക്തിയെ പരിപോഷിപ്പിച്ച് അതുവഴി സ്വദേശിവൽക്കരണം എളുപ്പമാക്കാനാണ് അതോറിറ്റിയുടെ പദ്ധതി. അടിസ്ഥാന ജോലികളിൽ പോലും വിദേശികളെ ആശ്രയിക്കാതെ എങ്ങനെ ഇത് സാധ്യമാക്കാം എന്നത് സംബന്ധിച്ച പഠനം പുരോഗമിക്കുകയാണെന്ന് മാൻപവർ അതോറിറ്റി ജനറൽ സെക്രട്ടറി ഫൗസി അൽ മജ്ദലി പറഞ്ഞു. ഓരോ സ്വദേശിയും അതുവഴി ഓരോ കുടുംബവും ജോലികളിൽ സ്വയം പര്യാപ്തത നേടാൻ മുന്നോട്ട് വരണമെന്നും ഫൗസി അൽ മജ്ദലി ആവശ്യപ്പെട്ടു. അടിസ്ഥാന ജോലികളിൽ വിദേശികളെ ആശ്രയിക്കാത്ത സാഹചര്യമുണ്ടായാൽ രാജ്യത്തിന് സാമ്പത്തിക നേട്ടമുണ്ടാകും എന്നതിനോടൊപ്പം സാമൂഹ്യ സുരക്ഷാ രംഗത്തും ഗതാഗത മേഖലയിലും നിലവിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും സാധിക്കുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കുവൈത്തിൽ പുതുതായി ആരംഭിക്കുന്ന പാർപ്പിട നഗര പദ്ധതികളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 5.5 ലക്ഷത്തോളം വിദേശ തൊഴിലാളികളുടെ സേവനം ആവശ്യമായി വരുമെന്ന് വിലയിരുത്തൽ. ജനറൽ പാർപ്പിട കാര്യങ്ങൾക്കായുള്ള സ്ഥാപനം തയ്യാറാക്കിയ സാധ്യതാ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. കൊറിയൻ കമ്പനിയുടെ സഹകരണത്തോടെ വിവിധയിടങ്ങളിൽ നിർമ്മാണം തുടങ്ങാനിരിക്കുന്ന പാർപ്പിട പദ്ധതികൾ 2021 സജ്ജമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതികളുടെ നിർമ്മാണത്തിനും തുടർ സേവനങ്ങൾക്കുമായാണ് വിവിധ അറബ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് കരാർ അടിസ്ഥാനത്തിൽ 5.5 ലക്ഷത്തോളം തൊഴിലാളികൾ എത്തുക. രാജ്യത്ത് ജനസംഖ്യാ ക്രമീകരണ നടപടികൾ പുരോഗമിക്കുമ്പോൾ തന്നെയാണ് വിദേശികളുടെ എണ്ണവും വീണ്ടും കൂടിയേക്കുമെന്ന വിലയിരുത്തലും പുറത്തുവരുന്നത്. പ്രവാസികൾക്ക് അനുകൂലമായി വാടക നിയന്ത്രണ നിയമം പരിഷ്കരിക്കണമെന്ന് NRI കമ്മീഷൻ ശുപാർശ. സംസ്ഥാന സർക്കാരിന് ഉടൻ ശുപാർശ കൈമാറുമെന്ന് കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് P. ഭവദാസൻ മീഡിയ 1 പറഞ്ഞു. പ്രവാസികളായ കെട്ടിട ഉടമകൾ നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ വാടകക്കാരെ വേഗത്തിൽ ഒഴിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ നിലവിലെ വാടക നിയന്ത്രണ നിയമം പരിഷ്കരിക്കണമെന്നാണ് NRI കമ്മീഷന്റെ ശുപാർശ. പഞ്ചാബ് ഗോവ മോഡൽ അമെൻമെന്റ് വേണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം. വാടക നിയന്ത്രണ നിയമത്തിൽ ഒരു റെക്കമെൻഡേഷൻ നടത്തി അനുചിതമായ അമെൻമെന്റ് കൊണ്ടുവന്ന് ഇവർക്കുള്ള പ്രവാസികൾക്കുള്ള വീടുകൾക്കും ഷോപ്പുകൾക്കും പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുമോ എന്ന ഒരു ഉദ്യമമാണ് ശ്രമിക്കുന്നത്. രാജ്യത്തിനു പുറത്ത് സ്ത്രീകളടക്കമുള്ളവർ ചൂഷണം ചെയ്യപ്പെടുന്ന സംഭവങ്ങളിൽ കമ്മീഷന് ഇടപെടാൻ കഴിയില്ല. അതിന് നിയമത്തിൽ വകുപ്പില്ലെന്നും കമ്മീഷൻ സിറ്റിംഗിൽ വിശദീകരിച്ചു. ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇന്റർ കൺട്രി റിലേഷൻഷിപ്പിനുള്ള മാരേജ് കമ്മീഷന്റെ പരിധി വിത്തിൻ ദ സ്റ്റേറ്റ് ആണുള്ള സ്റ്റേറ്റിൽ ടെറിട്ടറി എക്സ്ട്രാ ടെറിട്ടറിയൽ പവേഴ്സ് വളരെ കുറവാണ്, ഇല്ലാന്ന് തന്നെ പറയാം. പ്രവാസികൾ ഇരകളാവുന്ന റിക്രൂട്ട്മെന്റ് നിക്ഷേപ തട്ടിപ്പുകളിൽ പരാതി ലഭിച്ചില്ലെങ്കിലും സ്വമേധയായി ഇടപെടാൻ കമ്മീഷൻ തീരുമാനിച്ചു. ചെയർമാന് പുറമെ കമ്മീഷൻ അംഗങ്ങളായ ഷംഷീർ വയലിൻ, PMA സലാം എന്നിവരും കോഴിക്കോട് നടന്ന സിറ്റിംഗിൽ പങ്കെടുത്തു. മീഡിയ 1 കോഴിക്കോട്. കേരളത്തിൽ സ്ത്രീകൾക്ക് നേരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളിൽ ഏറെ ആശങ്ക അനുഭവിക്കുന്നതാണ് പ്രവാസികൾ. നാട്ടിലുള്ള ഭാര്യയ്ക്കും പെൺമക്കൾക്കും സാമീപ്യം കൊണ്ടുപോലും ധൈര്യം പകരാൻ കഴിയാത്തവരാണ് ഇവർ. ഗൃഹനാഥൻ നാട്ടിലുണ്ടായാൽ പോലും ഇത്തരം സംഭവങ്ങളിൽ നീതി ലഭിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് പ്രവാസി അവകാശ പ്രവർത്തകനായ ഖമറുദ്ദീൻ. CAക്ക് പഠിക്കുന്ന മകളെ എറണാകുളത്ത് പരീക്ഷയ്ക്ക് കൊണ്ടുപോയപ്പോഴുണ്ടായ ദുരനുഭവം വിവരിക്കുന്നു തൃശൂർ ബ്രഹ്മകുളം സ്വദേശിയായ ഖമറുദ്ദീൻ. ബസ്സിൽ മകളെ ശല്യം ചെയ്ത 2 മദ്യപരെ താനടക്കമുള്ളവർ കയ്യോടെ പോലീസിലേൽപ്പിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. ബാക്കിയുള്ള പരീക്ഷകൾക്ക് മകളെ വിടാൻ ധൈര്യമില്ലാതായിരിക്കുന്നു. എനിക്ക് ഒരൊറ്റ തീരുമാനത്തിൽ ഇതാക്കാൻ പറ്റുള്ളൂ, ഉള്ള പഠിപ്പ് തൽക്കാലം നിർത്താം. ഇത് പ്രവാസികളും അവരുടെ വീട്ടിലെ വനിതകളുമടക്കം 1/2 കോടിയിലേറെ പേർ അനുഭവിക്കുന്ന പ്രതിസന്ധിയാണ്. കോഴ്സ് കഴിഞ്ഞാൽ ജോലി കണ്ടെത്തി മകളെ ദുബൈയിലേക്ക് കൊണ്ടുവരിക മാത്രമാണ് ഇദ്ദേഹം കാണുന്ന പോംവഴി. ഗൾഫിൽ എന്താണെന്ന് വിചാരിച്ചാൽ ഇവിടെ ഭരണം ഉണ്ടല്ലോ, ഇവിടുത്തെ ഭരണം കണ്ട് പഠിക്കണം അവർ. പ്രവാസികൾക്ക് വോട്ടവകാശം തേടി കോടതി കയറിയ ഖമറുദ്ദീന് പക്ഷേ പ്രവാസി കുടുംബത്തിലെ പെൺകുട്ടികൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് പരിഹാരം തേടി ആരെ സമീപിക്കണമെന്ന് പോലും ഉറപ്പില്ല. ഫഹീം മുഹമ്മദ് അലിക്കൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1 ദുബായ്. ഇടയന്മാർക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളും മറ്റ് അവശ്യ സാധനങ്ങളും സംഭരിച്ച് വിതരണം ചെയ്യുകയാണ് ഖത്തറിലെ അമേരിക്കൻ സ്കൂൾ വിദ്യാർത്ഥികൾ. ഖത്തർ ചാരിറ്റിയുടെ സാമൂഹിക വികസന പദ്ധതിയുടെ ഭാഗമായാണ് കുട്ടികൾ സഹായ കിറ്റുകളുമായി ഇടയന്മാരെ തേടിയെത്തുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ രാജ്യത്തെ സ്കൂൾ വിദ്യാർത്ഥികളെ കൂടി സജ്ജരാക്കുന്നതിന്റെ ഭാഗമായി
ഖത്തർ ചാരിറ്റി നടപ്പിലാക്കിയ ഭക്ഷണ കിറ്റ് വിതരണ പദ്ധതിയിലാണ് ദോഹയിലെ അമേരിക്കൻ സ്കൂൾ വിദ്യാർത്ഥികൾ സജീവമായി പങ്കാളികളായത്. كان جهد فردي وجماعي قاموا فيه في داخل المدرسة وقاموا بعملية بيع لبعض المنتجات. വക്കറ മിസൈദ് റോഡിലെ ഇടയന്മാരുടെ താമസ കേന്ദ്രങ്ങളിലേക്കാണ് ഇവർ സഹായ കിറ്റുകളുമായി എത്തിയത്. ഫാമിലി ഫുഡ് സെന്ററിന്റെ സഹായത്തോടെ ഭക്ഷ്യവസ്തുക്കളും മറ്റു അവശ്യ സാധനങ്ങളും അടങ്ങിയ കിറ്റുകളാണ് കുട്ടികൾ ശേഖരിച്ചത്. മരുഭൂമിയിലെ ഇടയന്മാരുടെ ജീവിതം നേരിൽ കാണാൻ ലഭിച്ച അവസരം വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവമായി മാറി. Really important that we are the ones to help. These people cannot help their own workers here, and it was just a really great experience to kind of give back to the community that does so much for us. And hopefully this benefits the workers that we met today. All of us here have participated in a project where we collected. Hopefully we were able to make an impact on their lives. ഖത്തർ ചാരിറ്റിക്ക് കീഴിലെ ഫ്രണ്ട്സ് കൾച്ചറൽ സെന്റർ പ്രവർത്തകരും കിറ്റ് വിതരണത്തിൽ പങ്കാളികളായി. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. ഷാർജ ഉൾപ്പെടെയുള്ള എമിറേറ്റുകളിൽ നിന്ന് വില കൂടിയ വാഹനങ്ങൾ മോഷ്ടിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തെ ഷാർജ പോലീസ് പിടികൂടി. ഏഷ്യൻ വംശജരായ 6 പേരെയാണ് പോലീസ് പിടിച്ചത്. വാഹനങ്ങൾ സർവീസ് നടത്തുന്ന സ്ഥാപനങ്ങളുടെ പിന്തുണയോടെയാണ് സംഘം പ്രവർത്തിച്ചിരുന്നത്. മോഷ്ടിച്ചു കൊണ്ടുവരുന്ന വാഹനങ്ങൾ വിൽക്കാൻ ഒത്താശ ചെയ്തു കൊടുത്തതും ഇതേ സ്ഥാപനങ്ങളായിരുന്നുവെന്ന് ഷാർജ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ഫൈസൽ ഇബ്രാഹിം ബിൻ നാസർ പറഞ്ഞു. സംഘത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടെന്നാണ് കരുതുന്നത്. ഇവർക്കായി അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്ത്യയിൽ അടുത്ത കാലത്തായി ഉയർന്നുവരുന്ന ചിന്തകൾ മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിലുള്ളതാണെന്നും അതിനെതിരെ ഒറ്റക്കെട്ടായി ജാഗ്രത പാലിക്കണമെന്നും പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ജുബൈലിൽ SYS SKIC കമ്മിറ്റികൾ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുലൈമാൻ ഖാസിമി അധ്യക്ഷത വഹിച്ചു. അബൂബക്കർ ഫൈസി, അയൂബ് കൂളിമാട്, UK ഇബ്രാഹിം, സക്കറിയ ഫൈസി, മുസ്തഫ റഹ്മാനി, റാഫി ഫുദവി, ഷിഹാബുദ്ദീൻ ബാഖവി എന്നിവർ സംസാരിച്ചു. യമനിൽ സഖ്യസേന നടത്തിയ വ്യോമാക്രമണത്തിൽ 45 ഹൂതികൾ കൊല്ലപ്പെട്ടു. പടിഞ്ഞാറൻ തായിസിലെ ബുർജ് ടൗണിലാണ് സംഭവം. മുതിർന്ന ഹൂതി നേതാവ് അമീൻ അൽ ഹുമൈദാനും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. നിരവധി വാഹനങ്ങളും ആയുധങ്ങളും തകർത്തതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. യമൻ സൈന്യത്തിന് നേരെ ഹൂതികളുടെ ആക്രമണം നടന്ന് മണിക്കൂറുകൾക്കകമാണ് സഖ്യസേനയുടെ വ്യോമാക്രമണമുണ്ടായത്. പെരുമ്പാവൂർ സ്വദേശി ചിറക്കാത്തൊടി ജമീല മദീനയിൽ അന്തരിച്ചു. സ്വകാര്യ ഗ്രൂപ്പിൽ ഭർത്താവ് അബ്ദുറഹ്മാന്റെ കൂടെ ഉംറ നിർവഹിച്ച് മദീനയിലെത്തിയതായിരുന്നു ഇവർ. മക്കയിൽ ശാരീരിക ആശ്വാസത്തെ തുടർന്ന് ചികിത്സ തേടിയിരുന്നു. ഞായറാഴ്ച നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് മരണം. മൃതദേഹം ജന്നത്തുൽ ബഖിയയിൽ ഖബറടക്കി. ഇതോടുകൂടി മിഡിൽ ഈസ്റ്റ് അവർ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും വെബ്സൈറ്റ് സന്ദർശിക്കാം. ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംപ്രേഷണം കാണാം. ഗുഡ് നൈറ്റ്.